നമസ്കാരം. വീണ്ടും മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് നോക്കിയെങ്കിൽ മാർക്കറ്റ് 160, 170 പോയിന്റ് പ്ലസ്സിലാണ് ഇരിക്കുന്നു. അവിടെ നിന്ന് ബലൂണിൽ നിന്ന് കാറ്റിറക്കിയതുപോലെ ഇറക്കി 50, 60 പോയിന്റ് പ്ലസ്സിൽ എങ്ങനെയോ ക്ലോസ് ആയി. ഡെയിലി ഇതാണ് നടക്കുന്നത്. മാർക്കറ്റിന് മുകളിൽ തൂക്കുന്നു, പിന്നെ അതിനെ താഴെ ഇറക്കി വിടുന്നു. ഇത് കണ്ടിന്യൂ ആകും. മാർക്കറ്റിൽ FIA വിൽക്കുന്നു. മ്യൂച്വൽ ഫണ്ട് നിങ്ങളെ കാശിന് വെച്ച് വാങ്ങുന്നു. മെയ് മാസം മാത്രം 18,000 കോടിയുടെ അടുത്ത് അപ്രോക്സിമേറ്റ് വെളിയിൽ ചെന്നിരിക്കുന്നു. അത് സുമാർ $2 ബില്യൺ അടുത്ത് വെളിയിൽ പോയിരിക്കുന്നു. ഇന്ന് മാർക്കറ്റിൽ വന്ന് രൂപയെ കഷ്ടപ്പെട്ട് കയറ്റി 95.50 വരയ്ക്കും എടുത്തു ചെന്നു. ഇതിനുശേഷം ഈവനിങ്ങിൻ്റെ അകത്ത് ഇറങ്ങി 96.08 മാറിയിരിക്കുന്നു. മാർക്കറ്റിൽ RBI ജോലി ചെയ്യുന്നു. ഫച്ച എന്ന വന്നിട്ട് ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ 102, 103 എന്ന് ഇറങ്ങിയിരിക്കുന്നു. ട്രംപ് ഭാഗവതർ എന്ത് പറയുന്നു എന്നാൽ ഡീല വളരെ ക്ലോസാ വച്ചിരിക്കുന്നതായിട്ട് പറയുന്നു. ട്രംപ് പറഞ്ഞാൽ മാർക്കറ്റ് കയറുന്നു, ട്രംപ് പറഞ്ഞാൽ മാർക്കറ്റ് താഴെ ഇറങ്ങുന്നു. സംസാരിക്കുന്ന സമയം വരയ്ക്കും ഇറാൻ്റെ കൂടെ ഏതൊരു ഡീലും ഇല്ല. ഹോമൂസ് വന്നിട്ട് ബ്ലോക്ക്ഡാ തന്നെ ആയിരിക്കുന്നു. പക്ഷേ വൈ പോലെ മുകളിലും താഴെയും മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നു. മാർക്കറ്റിൽ കച്ച എണ്ണ ഇത് വന്നിട്ട് ബാരൽ $130 വരയ്ക്കും ചെന്നതായിട്ടാണ് പറയുന്നത്. കച്ച എണ്ണ എന്ന് പറയുന്നതാണ് മെയിൻ ബിസിനസ്. ഇന്ത്യ 90% ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇന്ത്യ 90% ഇമ്പോർട്ട് ചെയ്യുന്ന കാരണം ഓയിൽ കൺസംഷൻ കുറഞ്ഞാലും ഇതിൽ കയറുന്നു. ഉള്ള സ്ഥലങ്ങളിൽ എക്സ്പോർട്ട് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് വലുതായിട്ടൊന്നുമില്ല. ഉള്ള മെയിൻ എക്സ്പോർട്ട് വന്നിട്ട് IT ആണ്. ഇത് വന്നിട്ട് AI കാരണം അടിപെട്ട് വിഴുന്ന് കിടക്കുന്നു, മുകളിൽ ചെല്ലുന്നില്ല. അതുപോലെ നമ്മൾ കുറച്ചായിട്ട് എക്സ്പോർട്ട് ചെയ്യണതൊക്കെ ദുബായ് വഴിയായിട്ട് പോകണം, അത് പോയില്ല. ITCയുടെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ അഗ്രികൾച്ചറിൻ്റെ റിസൾട്ട്സ് കൂടെ അടിവാങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇത് ഒരുപാട് പ്രോബ്ലത്തിലാണ് ഇരിക്കുന്നത്. തിരുപ്പൂരിൽ ഇരിക്കുന്ന ഒരാളെടുത്ത് സംസാരിച്ചപ്പോൾ അവരെന്ത് പറഞ്ഞു തന്നെന്ന് വെച്ചാൽ ഷിപ്പിംഗ് കോസ്റ്റൊക്കെ 3% 5% വരെ കയറിയിരുന്നു. നേരത്തെ $1 ഷിപ്പിലേക്ക് ആവശ്യപ്പെടുമെങ്കിൽ ഇപ്പോൾ $5 ആകുന്നു എന്നാണ് പറയുന്നത്. സോ ഇത് വന്നിട്ട് ലാഭം തരുന്നില്ല. ഓവറാളാ എന്ത് ചെയ്യണം എന്നാൽ വെളിനാട്ടിലിരുന്ന് വരുന്ന പണത്തിൻ്റെ സോഴ്സ് ഒന്ന് IT, ഒന്ന് ഫാർമ, എന്ന് വന്നിട്ട് വെളിനാട്ട് ആൾക്കാരെ കൊണ്ട് ജോലി ചെയ്യുന്ന ആൾ. ഇതിൽ ജോലി ചെയ്യുന്നവർക്കും ഗൾഫിലിരിക്കുന്നവരാണ് എല്ലാ കാശിന് അയക്കാൻ പോകുന്നു. പക്ഷേ ഇപ്പം ഗൾഫിൽ തന്നെ പ്രോബ്ലം ഇരിക്കുന്ന കാരണം പല ആൾക്കാർക്ക് ശരിയായിട്ട് ശമ്പളം വരണതില്ല. ഇപ്പോൾ ഓവറാളായിട്ട് ഇന്ത്യയിൽ ഒരു ഡോളറിൻ്റെ ഒരു ഷോർട്ടേജ് ഉണ്ട്. അതേസമയം നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് ശരിയായിട്ട് പെർഫോം ചെയ്യാതെ കാരണവും ഡോളറിനെ വിറ്റ് കാശിന് വെളിയിൽ എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു സ്ഥലത്തിൽ ഈ ഡോളറിൻ്റെ ആവശ്യം ഇരിക്കുന്നു. നമ്മൾ കച്ച എണ്ണ എക്സ്ട്രാ വാങ്ങുന്ന സമയം കാശിൻ്റെ ആവശ്യമുണ്ട്. ഗോൾഡ് ഇമ്പോർട്ട് ചെയ്യുന്ന സമയം നമുക്ക് കാശ് ആവശ്യമുണ്ട്. ഇതൊക്കെ നമ്മളെ എക്സ്പെൻസിനെ കുറയ്ക്കുന്നതാണ്. എന്തെങ്കിലും വാങ്ങണമെങ്കിൽ കൂടെ ഡോളറിലാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അതേസമയം ഡോളറിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നതൊക്കെ കയറിയിരിക്കുന്നു. അതായത് പാം ഓയിലിൻ്റെ വില കയറിയിരിക്കുന്നു, എഡിബിൾ ഓയിലിൻ്റെ വില ഏറിയിരിക്കുന്നു, കച്ച എണ്ണയുടെ വില ഏറിയിരിക്കുന്നു, എല്ലാത്തിൻ്റെ വിലയും കയറിയിരിക്കുന്നു. നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്ന സാധനത്തിൻ്റെ വില കുറഞ്ഞിരിക്കുന്നു. കാരണം FIA കാശിനെ വെളിയിൽ എടുത്തുകൊണ്ട് പോകുന്നു. എല്ലാം ചേർത്താണ് രൂപയെ പ്രഷറിലിടുന്നു. ഫണ്ടമെൻ്റലായിട്ട് ഈക്വേഷൻ മാറിയില്ലെങ്കിൽ മാർക്കറ്റ് മാറില്ല. എന്തെന്ന് വെച്ചാൽ ഹോമോസ് തുറക്കുവാണെങ്കിൽ പെട്രോൾ പ്രോബ്ലം, ഡീസൽ പ്രോബ്ലം ഒക്കെ സോൾവ് ആവും. പക്ഷേ ഈ FIA കാശ് വെളിയിൽ എടുത്തുകൊണ്ട് പോകുന്നത് സോൾവ് ആകില്ല. ഇത് ഫണ്ടമെൻ്റലി മാർക്കറ്റിലുള്ള ഒരു ഇഷ്യൂ ആണ്. അരവിന്ദ് പലഗ്രിമിയ എന്ന് പറഞ്ഞ ഒരു കൊളംബിയ പ്രൊഫസർ മുമ്പേ നീതി ആയോഗിൻ്റെ ഹെഡായിരുന്ന ആൾക്കാരാണ്. തണ്ടാൽ ബസ്കി തൂക്കുറവർ ഗവൺമെൻറ്റിന് കൂടെ ജലറായിരുന്ന ആളാണ്. പക്ഷെ നല്ല ഒരു പഠിച്ച ഒരാളാണ്. അവരെന്ത് പറയുന്നു എന്നാൽ $100 കഴിഞ്ഞ് പോകുമെന്നാണ് പറയുന്നു. എന്ന് പറയുന്നത് ഒരു നമ്പറാണ്. 100 കഴിഞ്ഞ് പോകട്ടെ എന്നാണ് പറയുന്നു. ഞങ്ങളും പറയുന്നു. അവരെയും ദേശദ്രോഹി എന്ന് പറയുമോ എന്നതാണ് ഇവിടുത്തെ ചോദ്യം. 100 കഴിഞ്ഞ് 102, 103 എന്ന് ചെല്ലുവാണെങ്കിൽ IT അതേ ടേൺ ഓവർ ഇരുന്നാലും ITക്കും ലാഭം കൂടുതലാണ്, ഫാർമയ്ക്കും ലാഭം കൂടുതലാണ്. ഇത് നമ്മൾ ഡീസലിൻ്റെ വിലയും കയറ്റുവാണെങ്കിൽ, പെട്രോളിൻ്റെ വിലയും കയറ്റുവാണെങ്കിൽ ഡീസൽ കൺസംഷൻ കുറയുമെന്ന് പറയുന്നു. അതും ഞാൻ സമ്മതിക്കുന്നു. ഞാൻ എന്താണ് ചോദിക്കുന്നത് എന്നാൽ ഇപ്പം ആയിരിക്കുന്ന സമയം നിങ്ങൾ എല്ലാ കാശിനെയും എടുത്ത് പാക്കറ്റിലിട്ടുകൊണ്ട് ആയിരിക്കുന്ന സമയം ഇന്നൊരാളെ തലയിൽ കെട്ടുന്നത് ഫണ്ടമെൻ്റലി തെറ്റാണ് ഒരു കാര്യം. രണ്ടാമത് നമ്മളെ ബോണ്ട് ഈൽഡ് എന്നൊരു കാര്യമുണ്ട്. ഇത് സർക്കാർ ഏത് റേറ്റിലാണ് കടം വാങ്ങുന്നു. സർക്കാർ മാർക്കറ്റിൽ പോയി കടൻ വാങ്ങിയാലും അവിടെ പോയി കടം കൊടുക്കാൻ ഇപ്പോൾ ആൾക്കാരില്ല. സർക്കാർ 7.2 കൊടുക്കുന്ന സമയം ആ റേറ്റ് 7.2 ആയിരിക്കുന്ന സമയം ബാങ്ക് കടം കൊടുക്കുന്ന സമയം RBI റേറ്റ് 5.25 വച്ചിരിക്കുവാണെങ്കിൽ ബോണ്ട് മാർക്കറ്റിൽ കൺട്രോൾ പോയെന്നാണ് അർത്ഥം. കാരണം ഗവൺമെൻറ്റും റേറ്റിനെ കയറ്റണം.
ഇത് RBI ഇൻട്രസ്റ്റ് റേറ്റിനെ കയറ്റണം. ഇൻട്രസ്റ്റ് റേറ്റ് കയറ്റിയാലും കാശ് തിരികെ വരും എന്നത് നമുക്കറിയാം. വന്നിട്ട് സ്റ്റേബിളായിരിക്കുന്നു. നാഷണൽ മാർക്കറ്റിൽ റേറ്റ് ഇറങ്ങിയാലും ഇതിൽ റേറ്റ് കുറവാണ്. ടാക്സിനായിട്ട് ഒരു 1000 രൂപ ഏറ്റി വിട്ടിരിക്കുന്നു. ഇന്നലെ കയറിയതിൽ ഇന്ന് 30 രൂപ ഇറങ്ങിയിരിക്കുന്നു. 1780 പ്ലസ് ടാക്സസ് ആണ്. ഗോൾഡ് എപ്പോൾ കുറയുമെന്നാൽ കയ്യിൽ ഇൻട്രസ്റ്റ് റേറ്റ് കയറ്റുവാണെങ്കിൽ ഗോൾഡ് കുറയും. ഫ്രൈഡേ നൈറ്റ് വിൻവാഷ് പറയുന്ന അമേരിക്ക ഫെഡറൽ റിസർവ് ഗവർണർ ആർജെടുക്കാൻ പോകുന്നു, ഇങ്ങനെ നടക്കാൻ പോകുന്നു. പക്ഷെ അവരെ മുതലാളി ട്രംപ് എതിർനോക്കുന്നത് പോലെ കൊണ്ട് പെട്ടെന്ന് റേറ്റ് കുറയ്ക്കാൻ പറ്റില്ല. അവിടെ കോർ ഇൻഫ്ലേഷൻ 4.6 ക്രോസായി പോകുന്നു. എന്നെ കയറ്റാതിരുന്നാലേ വലിയ കാര്യമാണ്. ഇതുപോലെ തന്നെ പോവുകയാണെങ്കിൽ റേറ്റിനെ കയറ്റും. ഒരിക്കലും ഇൻട്രസ്റ്റ് റേറ്റ് കയറിയെങ്കിൽ ഇതിൻ്റെ വില കുറയും. നിങ്ങൾ വിഷമിക്കേണ്ട. ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കയറ്റിയെങ്കിൽ ഇവിടെ നിന്ന് കാശ് വെളിയിൽ പോവും, വായും താഴെ ഇറങ്ങും. ആ വെള്ളുന്ന കാരണം ഗോൾഡ് കോമ്പൻസേറ്റ് ആവും. ആപത്ത് പാണ്ഡവൻ ഗോൾഡ് രൂപ കണക്കിൽ സേഫാ തന്നെ ഇരിക്കും. നിങ്ങൾ വിഷമിക്കേണ്ട. വളർന്ന് പുറത്തുനിന്ന് താഴെ ഇറങ്ങുവാണെങ്കിലും അതിൽ ഗിങ്ങായിരിക്കും. പോലെ രൂപ വീഴുന്ന കാരണം തന്നെ എന്ത് ഫോറിനറും കാശിനെ ഇന്ത്യക്ക് എടുത്തുകൊണ്ട് വരുന്നില്ല. ഇന്ന് ഒരുപാട് സ്റ്റോക്കുകൾ താഴെ ഇറങ്ങി. ജിയുടെ റിസൾട്ട് വളരെ മോശമായിട്ടിരുന്നു. മുമ്പേ പറഞ്ഞതുപോലെ IPOയ്ക്ക് വേണ്ടിയിട്ട് റിസൾട്ടിനെ പമ്പപ്പ് ചെയ്ത് അതിന് ശേഷം ഒറിജിനലായിട്ടുള്ള റിസൾട്ടിനെ കാണിക്കുന്നു. അതും 4.5% ഗില്ലിയാണ്. TC റിസൾട്ടിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. -1.2 ആണിത്. അട്ടക്ക ബാങ്ക് 2 ദിവസം മേളിൽ കയറിയ കാരണം ഇൻഡസ്ട്രിയിലാണ്. ഫാർമയും -1, ഗമയിൽ +1.3. എന്ത് പറയുന്നു എന്നാൽ കൻസി എന്ന് പറയുന്ന കൺസൾട്ടിങ് എന്ത് പറയുന്നു എന്നാൽ ഹോമൂസ് അങ്ങനെ ഇരുന്ന് പ്രോബ്ലം വലുതായെങ്കിൽ $200 വരയ്ക്കും കച്ച എണ്ണ പോകുമെന്ന് പറയുന്നു. ഇത് കാരണം നമ്മൾ കെയർഫുള്ളായിരിക്കണം എന്നാണ് പറയുന്നത്. സെല്ലിൽ 145 രൂപ കമേഴ്ഷ്യലിനും ബങ്കിൽ 102 എന്ന് പറഞ്ഞ് ഗ്യാപ്പ് ഇരിക്കുന്ന കാരണം ഈ വലിയ കോർപ്പറേറ്റൊക്കെ പല PSC ബങ്കിന് പോയി അവിടെ നിന്ന് എടുത്ത് ആർബിട്രാജ് കൊണ്ടുവരുന്നു. എന്ത് ചെയ്യുന്നു എന്നാൽ അങ്കിൾ ഒരേ സമയം 500 ലിറ്ററിൻ്റെ മേളിൽ ഇടുവാണെങ്കിൽ അതിനെ ലോക്ക് ചെയ്യുന്നു. കാരണം 450 ആയിട്ട് ഇട്ട് 10 ബങ്കിലിരുന്ന് അവരെടുക്കുന്നു. ഇന്ത്യൻ IT സ്റ്റോക്ക് വന്നിട്ട് ഇതുവരെയ്ക്കും 18 ലക്ഷം കോടി ഗോൾ വിട്ടിരിക്കുന്നു. ഈ ഒരു വർഷത്തിൽ ഡിസ്ട്രപ്ഷൻ കാരണം 18 ലക്ഷം കോടിയാണ് കാണാതെ പോയിരിക്കുന്നത്. ITCയെ കുറിച്ച് സംസാരിക്കാം. ITCയുടെ റവന്യൂ ടോട്ടലായിട്ട് 17% കയറിയിരിക്കുന്നു. അതിലൊരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഇരിക്കുന്നു. ഓട്ടോ അക്കൗണ്ട്സ് 115 എന്ത് ചെയ്തിരിക്കുന്നു എന്നാൽ ഇപ്രാവശ്യം കോമ്പൻസേഷൻസിനെ തനിയായിട്ട് കാണിച്ചിരിക്കുന്നു. ഈ വർഷം കോമ്പൻസേഷൻ ചെസ്സിന്റെ ശേഷം ഇട്ട ചെസ്സിന് ടേൺ അറൗണ്ടിൽ ആഡ് ചെയ്തുകൊണ്ട് എക്സ്പെൻസിലും എടുത്തിരിക്കുന്നു. ആണ് അവർ ആക്ച്വലായിട്ട് 17% കയറിയില്ല. റിസ്ക് മാറ്ററിനെ വെളിയിലെടുക്കുവാണെങ്കിൽ 5% തന്നെ കയറിയിരിക്കുന്നു. പ്രോഫിറ്റ് 4% കയറിയിരിക്കുന്നു. കാരണം നമുക്ക് എന്ത് എന്നാൽ ഒക്കൊന്ന് വലിയ എഫക്റ്റ് ഇല്ല. 300 രൂപയ്ക്ക് പോണ സമയം 8 രൂപ ഡിവിഡൻഡ് തരുന്നു. 16 രൂപ 65 പൈസ ഡിവിഡൻഡ്, 4 രൂപ 65 പൈസ എന്ന് പറയുമ്പോൾ രൂപയ്ക്ക് ഓൾമോസ്റ്റ് 5% വഡി. 5% വഡി കിട്ടുന്നു എന്നാൽ ഒക്കെ അത് കസക്കുമോ? ഇപ്പോൾ ഹോട്ടൽ പിരിച്ചു കൊടുത്തായിരുന്നു. പുറകെ ഇന്നും ഒരുപാട് കാര്യങ്ങളിനെ പിരിച്ചു തരും. റിസൾട്ട് വളരെ നന്നായിട്ടൊന്നും ഇല്ല, അത്ര സുഖമില്ല. കാരണം എന്തെന്ന് വെച്ചാൽ സിഗരറ്റിൻ്റെ വിലയിനെ കയറ്റിയിരിക്കുന്നു. സിഗരറ്റ് വിലയിനെ കയറ്റിയത് ചൈനക്കാരനാണ് നല്ലത്. കാരണം ഗവൺമെന്റിന് റവന്യൂ കുറയും. ലൈസി എന്ത് പറയുന്നു എന്നാൽ പ്രോഫിറ്റ് ഒക്കെ കയറിയിരിക്കുന്നു. 23,000 കോടി പ്രോഫിറ്റ് ചെയ്ത് 10 രൂപ ഡിവിഡൻഡ് കൊടുക്കുന്നു. ലൈസി വന്നിട്ട് ഇത്രയും ലാഭം ചെയ്ത് എന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്ത കാരണം 800 റേഞ്ചിലാണ് ഇരിക്കുന്നത്. IPO പ്രൈസ് വന്നിട്ട് 950 ആണ്. ഇറങ്ങിയിരിക്കുന്നു. ഇപ്പോൾ എന്തൊരു സൈക്കിൾ പമ്പ് അടിച്ചാലും പഞ്ചറിലിരിക്കുന്ന കാരണം കാറ്റകത്ത് നിൽക്കുന്നില്ല, പുറത്ത് തന്നെ പോകുന്നു. 29 LIC ബോണസ് കൊടുക്കുന്നു. എന്ത് ആട്ടം ആടിയാലും ആടിയ ആട്ടം എന്ത്, പാടിയ പാട്ട് എന്തും. 1,25,000 കോടി നിങ്ങൾ 5% വിറ്റ് വാങ്ങിയതെന്ന് പറയുന്നു. അവർ തന്നെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ST സർ എന്ന് പറഞ്ഞു. ഓവർ നോഡസ്ക് എന്ത് ചെയ്തിരിക്കുന്നു എന്നാൽ പുതിയതായിട്ട് ഒരു ഹയർ ടോസ്റ്റ് ഈഗോ വീനെ ലോഞ്ച് ചെയ്തിരിക്കുന്നു. 38% വെയിറ്റ് ലോസ് ആകുമെന്ന് പറഞ്ഞിരിക്കുന്നു. സൈഡസ് ലൈഫ് സയൻസസ് എന്ത് ചെയ്യുന്നു എന്നാൽ റയർ ഡിസീസസ്, ബയോസിമിലേഴ്സ് ആൻഡ് US ലോഞ്ചേഴ്സിൽ ഇരിക്കുന്നു. അവസാനം CBI എന്ത് ചെയ്തു എന്നാൽ 104 കോടി ചാർജ് ഷീറ്റിൽ ബാങ്ക് ഒഫീഷ്യൽസ്, പബ്ലിക് സർവൻസ്, എൻറ്റിറ്റീസ് മേളിലും കേസ് ഇട്ടിരിക്കുന്നു. IDFC 504 കോടി ഫ്രോഡ് കേസിൽ HDFC ബാങ്ക്, ഇൻഡസൻഡ് ബാങ്ക് ഹൈബ്രിഡ് മോഡലൊക്കെ ചെയ്തായിരുന്നു. ഓട്ടോമേറ്റസ് എന്ത് പറയുന്നു എന്നാൽ
ജസ്റ്റ് ഇൻ കേസിന് ജസ്റ്റ് ഇൻ ടൈം ആയിട്ട് മാറ്റിയിരിക്കുന്നു. എങ്കിലും പ്രശ്നം എന്താ എന്ന് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് മുമ്പേ ഇൻവെന്ററി വാങ്ങിയിരിക്കുന്നു. ഇത് കാരണം വർക്കിംഗ് ക്യാപിറ്റലും ഏറാൻ പോകുന്നു, എല്ലാം ഏറാൻ പോകുന്നു. ടാറ്റ മോട്ടോഴ്സ് എന്ത് പറയുന്നു എന്നാൽ നിങ്ങൾ വന്നിട്ട് ഈ ടിയാഗോ ഒരു EVയിൽ സബ്സ്ക്രിപ്ഷൻ മോഡലിൽ ലോഞ്ച് ചെയ്യാമെന്ന് ഇരിക്കുന്നു. ദാറ്റ് EVയുടെ ഇനിഷ്യൽ കോസ്റ്റ് കുറയുമെന്ന് പറയുന്നു. ആദ്യത്തെ എന്ത് പറയുന്നു എന്നാൽ അല്ല വലിയ തനി വലിയാണ്. ഏത് റേറ്റ് കൊടുത്താലും കാർ നിൽക്കും. ഒരു കാറിൻ്റെ വില 30,000 രൂപയ്ക്ക് കയറ്റുന്നു എന്ന് പറയുന്നു. ഓല ഇലക്ട്രിക് ഭയങ്കരമായിട്ട് ലോസായി. ബാറ്ററി ഒന്നും ചെയ്യാൻ പറ്റിയില്ല. സോഡിയം ബേസ് ബാറ്ററി ഇല്ലാതായി എന്ന് പറയുന്നു കോണ്ടെക്സ്റ്റിൽ. ഇനിയുമില്ലാതെ വേറെ എന്തോ ട്രൈ ചെയ്ത് കോട്ടായില്ല പോലെ. ഇനി എന്ത് വാങ്ങിയിടാൻ പോകുന്നു എന്ന് നമ്മൾ പറഞ്ഞ് നോക്കിയിരിക്കാം. ഇഷാർ മോട്ടോർ വന്നിട്ട് എക്കിൽ ഫൈനാൻസിങ് ചെയ്യുന്നു. 150 കോടി രൂപ ഓൾ ഓവർ ഇന്ത്യയിലെ ഫൈനാൻസിൽ ഇടാൻ പോകുന്നു. ഹോണ്ട ജപ്പാനിൽ സ്റ്റോക്ക് വെച്ചിരിക്കുന്നു. ഇന്ത്യയിൽ എന്ത് ചെയ്തിരിക്കുന്നു എന്നാൽ സിറ്റിയെ ബേസ് ചെയ്ത് പുതിയതായിട്ട് വന്നിട്ട് 12 ലക്ഷം രൂപയ്ക്ക് ലോഞ്ച് ചെയ്തിരിക്കുന്നു. വേദാന്തയ്ക്ക് എന്ത് തന്നെ റീസ്ട്രക്ചർ ചെയ്താലും $5 ബില്യൺ കടൻ ഇരിക്കുന്നു ഹോൾഡിംഗ് കമ്പനിയിൽ. എങ്കിലും ഒരു കമ്പനി കൊടുത്ത് തന്നെ അതിനെ സോൾവ് ചെയ്യാൻ പറ്റും. അവിടെ നിന്ന് നോക്കിയിരിക്കുന്നു, ഒന്നും നടക്കത്തില്ല ആണ് ഇന്നുള്ള ന്യൂസ്. എൻ്റെ അനാലിസിസും HEC ഫുൾ അനാലിസിസിന് നമ്മുടെ സാറ്റർഡേ സൺഡേ നോക്കാം. ഇവയെ 14 രൂപ 75 പൈസ കിട്ടി. 5% അടുത്ത ഡിവിഡൻഡ് ഈൽഡാണ്. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു 2ാമത് പാർട്ട്. ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിൽ ഇരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട് ഇതിൽ. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്കാളെ കൊടുക്കുന്നു. നിങ്ങൾ ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10 - 15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാം. 1 മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാകും. നന്ദി, നമസ്കാരം. കൊച്ചുമേക്ക് വേണ്ടി ഒരു പുസ്തകം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ആർക്കെങ്കിലും ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിൽ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ ഇരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇത് മൂലം ആ പുസ്തകം എനിക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.